സുകന്യ മാമായിട്ട് എനിക്ക് ആക്ച്വലി അച്ഛൻ അമ്മ അമ്മായിമ്മ എന്നൊരു പടത്തിൽ അഭിനയിച്ചപ്പോൾ സുകന്യ മാമിനെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതൊരു വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നു. പിന്നെ അതേപോലെ വിൻസി ഉണ്ട് ഈ പടത്തിൽ. അങ്ങനെ എല്ലാ അടിപൊളിയായിരുന്നു. കലക്കം എൻജോയ് ചെയ്തു ഈ പടം ഷൂട്ട് ചെയ്തപ്പോൾ. താങ്ക് യു അർജുൻ ചേട്ടാ. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന വ്യക്തി നമ്മുടെ എല്ലാവരുടെയും മറ്റൊരു ഫേവറേറ്റ് ആക്ടറാണ്. ഒരുപാട് സിനിമകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയെടുത്ത വ്യക്തിയാണ് AK സാജൻ സർ. നമ്മുടെ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അദ്ദേഹം ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് ഈ സിനിമയിൽ. സ്വാഗതം ചെയ്യാം ദീപക് പറമ്പോൾ. ഇവിടെ നോക്കിയ ചെറിയ കയ്യടിയൊക്കെ വരുന്നുണ്ടല്ലേ? എനർജി കുറച്ചുകൂടെ വേണം കേട്ടോ. ഒന്നുകൂടെ എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ചപ്പോൾ ദീപക് പറയുമ്പോൾ. സോ ദീപക് ഓൾറെഡി AK സാജൻ സർ പറഞ്ഞു അടിപൊളിയായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. സോ ഡെഫിനറ്റ്ലി വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദ മൂവി. അപ്പോൾ എന്താണ് ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ചും ഹോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജി KLS പടത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അതും ഫസ്റ്റ് ഡേ ഷൂട്ടിൻ്റെ സമയത്ത് ഒരു സിഗരറ്റ് സ്ലോ മോഷനിൽ വലിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. സ്ലോ മോഷനിൽ വലിക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ, അതിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം പണ്ട് നരസിംഹമൊക്കെ ഇറങ്ങിയിട്ട് അച്ഛൻ്റെ കാലിൽ 5 4 3 4 നഖം വെട്ടിത്തരാന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗൊക്കെ ആ ഫുൾ ഡയലോഗ് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സിനിമയിൽ പഠിച്ച ഡയലോഗുകൾ എനിക്ക് കുറേയൊക്കെ സിനിമയിൽ എത്തിയപ്പോൾ കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷം. വരവ് കഴിഞ്ഞ പിന്നെ ഭയങ്കര ചിലവാണ്. അപ്പോൾ ഞാൻ കുറേ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ജോഷ് സാറേയും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ജോഷ് സാർ പരിഗണിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ചിലവാണ് വരവ് കഴിഞ്ഞ പിന്നെ. അപ്പോൾ വീണ്ടും വരവിനായി വെയിറ്റ് ചെയ്യുന്നു. വരവ് എന്തായാലും തിയേറ്ററിൽ ഭയങ്കര ഹിറ്റാവട്ടെ. എന്നാലേ എനിക്കും വരവ് വരുള്ളൂ. വരൂല്ലേ? വരും, തീർച്ചയായിട്ടും വരും. സോ ഇവർ രണ്ടുപേരുടെയും ചെറിയൊരു വിഷമം എന്ന് പറയുന്നത് ഇവർക്ക് സിനിമയിൽ ഫൈറ്റ് സീൻ ഇല്ല എന്നുള്ളതാണ്. ദീപകിനുണ്ടോ? ഫൈറ്റ് സീൻ ഇല്ല, പക്ഷെ ഫൈറ്റിൽ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അപകടം സിനിമയിൽ പറ്റിയിട്ടുണ്ട്. അത് സിനിമ റിലീസായിട്ട് പറയാം. പിന്നെ സ്ലോ മോഷൻ കിട്ടിയല്ലേ? അത് മതി. സ്ലോ മോഷൻ കിട്ടി, നല്ല സ്ലോ മോഷൻ ആയിരുന്നു. അത് സ്ലോ മോഷൻ തന്നെ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല, അത് ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫോണിൽ. എന്തായാലും ആ ട്രെയിലറിൽ കണ്ട സിഗരറ്റിന്റെ സീൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇനി അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നാച്ചുറൽ ആക്ടിംഗ് കൊണ്ട് നമ്മുടെ എല്ലാം മനം കവർന്ന ഒരു നടനെയാണ്. സ്വാഗതം ചെയ്യാം അസീസ് നെടുമങ്ങാട്. നല്ലൊരു കൈയടി നൽകി. ശരിക്കും നല്ലൊരു കൈയടി ഓട്ടോമാറ്റിക്കലി വന്നു. അതിനർത്ഥം അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഇവിടെ. ഹാർട്ടി വെൽക്കം our beloved actor Aziz Nedumangad on stage. ഇദ്ദേഹവും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ക്യാരക്ടറിനെ കുറിച്ചും വരുന്ന ഈ സിനിമയെ കുറിച്ചും അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അല്ല, നാച്ചുറൽ ആക്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറകെ നോക്കി ആരോ. അയ്യോ, കാരണം ഞാൻ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഷാജി സാറിൻ്റെ വീട്ടിൽ പണ്ട് ചാൻസ് ചോദിക്കൽ എന്ന് പറഞ്ഞാൽ വെള്ള പേപ്പറിൽ അഡ്രസ്സ് എഴുതുക, 3 സൈസ് ഫോട്ടോ ഇങ്ങനെ. ഇതൊരു ഒന്നൊന്നര വരവായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇത് ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദി, നമസ്കാരം. അതെ, ഇതൊരു ഒന്നൊന്നര വരവായി തീരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. മലയാള സിനിമയിലെ വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ ലോഞ്ചിന് വേണ്ടി ഞാൻ വീണ്ടും വിളിക്കുന്നതായിരിക്കും. താങ്ക് യു. പ്ലീസ് ബി സീറ്റഡ്.